നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ടിക്കറ്റ് ഫിനാലെ രണ്ടാമത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുന്നു. ആരാണ് ജയിച്ചത്? അതായത് കറക്കം തളിക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അതിനകത്ത് നമ്പർ 1 ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ നേടിയെടുത്തത് മറ്റാരുമല്ല, പെൺപുലിയായ നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ നൂറയാണ് ഈ പറയുന്ന എന്ത് ചെയ്തത്, ഫസ്റ്റ് പൊസിഷൻ പിടിച്ചെടുത്തത്. അതുപോലെ നമ്മുടെ ഫിസിക്കൽ ടാസ്കിലൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആര്യനൊക്കെ വളരെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുമല്ല അനിമോൾ തുടർച്ചയായ രണ്ടാമത്തെ ടാസ്കിലും 4ാമത്തെ പൊസിഷൻ നേടിയെടുത്തു. അതൊരു ചെറിയ കാര്യമല്ല. അതായത് ഫിസിക്കൽ ആയിക്കോട്ടെ, ആണുങ്ങളുടെ കൂടെയൊക്കെ നിന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ അവിടെ പെൺപടകൾ 3 പേരേ ഉള്ളൂ. ഈ മൂന്ന് പേരും നല്ല രീതിയിൽ അവിടെ ഗെയിം ഈ പറയുന്ന ആണുങ്ങളെ അല്ലെങ്കിൽ ശാരീരിക ക്ഷമത കൂടുതലുള്ള ആണുങ്ങളെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് അവർ എന്താണ് ദുർബലയാണ്, അവർക്ക് ശക്തിയില്ല, അവരെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഈ പറയുന്ന തടിമാടന്മാരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് വളരെ ഉജ്ജ്വലമായ പ്രകടനമാണ് ഈ 3 പെൺകുട്ടികളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഇപ്പൊ നടന്ന ടാസ്കിൽ ആര് ജയിച്ചു, ആരൊക്കെ എത്ര പോയിന്റ് വരെ എത്ര സമയമെടുത്തു, അതുപോലെ ടോട്ടൽ പോയിന്റിൽ ആരൊക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത്, അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇപ്പോ എന്താണ് പറക്കും തളിക എന്ന് പറയുന്ന ടാസ്കിൽ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചു മരിച്ചത് പണ്ട് ബാഹുബലി മറ്റേ ശിവലിംഗം എടുത്തുകൊണ്ട് പോകുന്നില്ലേ, അതേപോലെയാണ് അനീഷ് ഇന്ന് ആ ഒരു പോഡിയത്തിനെ മൊത്തത്തിലൂടെ പൊക്കി ഉറക്കൊണ്ട് പോണേണ്ട് കറക്കി എടുക്കാൻ പറഞ്ഞ. അതായത് ഈ പറയുന്ന സാബുമോനും ഈ പറയുന്ന അനീഷും രണ്ടുപേരും കൂടി വെപ്രാളത്തിൽ വെച്ച് തിരിച്ചാണ് കറക്കിയത്. റൈറ്റ് കറക്കി, അനുമോളും റൈറ്റ് ആണ് കറക്കിയത്. പിന്നെ അനുമോൾക്ക് ടപ്പനെ കത്തി, അനുമോള് ലെഫ്റ്റ് കറക്കി അത് ഇളക്കിയെടുത്തു. യൗമാർ രണ്ടുപേരും ആക്രാന്തം പിടിച്ച് അതിനെ തൊലച്ചു. അനീഷാണെങ്കിൽ മൊത്തത്തോടെ എടുത്തോണ്ട് വന്നുകൊണ്ട് ചിരിച്ച് അവിടെ കൃഷിക്കാരൻ ഞാൻ ഇന്നലെ ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. ഒരു കൃഷിക്കാരൻ ആയതുകൊണ്ട് തന്നെ നല്ല ശാരീരിക ക്ഷമത ഉണ്ടാവുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കൃഷിക്കാരൻ എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ കണ്ടു, നല്ല അടിപൊളി ടീഷർട്ട് ഇതൊക്കെ ഇട്ട്, പിന്നെ ഒരു നിക്കറൊക്കെ ഇട്ട്, ഒരു തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ നമ്മാട്ടി വെച്ച് ഇങ്ങനെ സ്റ്റൈലിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. ആ ഒരു കൃഷിക്കാരനാണെന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ നടന്ന, അതായത് കഴിഞ്ഞ സംഭവത്തിൽ, അതായത് കഴിഞ്ഞ ടാസ്കിൽ അനീഷ് എനിക്ക് തോന്നുന്നു 3ാം സ്ഥാനം, ലാസ്റ്റ് ആയിരുന്നു അനീഷ്. അപ്പൊ എന്തായാലും നമുക്ക് പോയിന്റ് നോക്കാം. ഫസ്റ്റ് വന്നത് നൂറയാണ്. നൂറയ്ക്ക് 9 പോയിന്റുകൾ കിട്ടി. നൂറ എടുത്ത സമയം 14 മിനിറ്റും 45 സെക്കൻഡുമാണ്. സെക്കൻഡ് പൊസിഷനിൽ വന്ന നെവിനാണ്. നെവിൻ 8 പോയിന്റ് 18 മിനിറ്റും 21 സെക്കൻഡുമാണ്. അതായത് നെവിനേക്കാളും ഏതാണ്ട് 5 മിനിറ്റോളം 4 മിനിറ്റോളം പിന്നെ കുറച്ചാണ് എന്ത് ചെയ്തു, കുറഞ്ഞ സമയം മാത്രമേ നൂറ എടുത്തിട്ടുള്ളൂ. അടിപൊളിയായിട്ട് നൂറ ചെയ്തിട്ടുണ്ട്. ഷാനവാസിനാണ് 3rd പൊസിഷൻ കിട്ടിയിരിക്കുന്നത്. ഷാനവാസ് എടുത്ത സമയം 7 പോയിന്റ് കിട്ടി. ഷാനവാസ് എടുത്ത സമയം 20 മിനിറ്റും 53 സെക്കൻഡുമാണ്. അനുമോളിന് 4th പൊസിഷനാണ്. 6 പോയിന്റുകൾ കിട്ടി. 22 മിനിറ്റും 34 സെക്കൻഡുമാണ് അനുമോൾ എടുത്തത്. സാബുമോൻ 5th പൊസിഷനിലാണ്. സാബുമോന് കിട്ടിയത് 5th പൊസിഷൻ. സാബുമോൻ എടുത്ത സമയം 22 മിനിറ്റും 48 സെക്കൻഡുമാണ്. അതായത് അനുമോളും സാബുമോനും തമ്മിൽ കുറച്ച് സെക്കൻഡുകളുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അക്ബർ ഈ പറയുന്ന 6ാമത്തെ പൊസിഷൻ അക്ബർ ആണ്, 25 മിനിറ്റും 26 സെക്കൻഡും. 7ാമത്തെ പൊസിഷൻ ആദിലയാണ്, 27 മിനിറ്റും 11 സെക്കൻഡും. ആര്യൻ 8ാമത്തെ പൊസിഷനിലേക്ക് എന്ത് ചെയ്തു, കൂപ്പുകുത്തി. അതായത് 2 പോയിന്റുകൾ കഴിഞ്ഞ ഇതിൽ ഫിസിക്കൽ ടാസ്കിൽ നമ്പർ 1 ആയ ആര്യൻ ഈ ഒരു ടാസ്കിലോട്ട് എത്തിയപ്പോൾ വെറും പിന്നെ 2 പോയിന്റുകളോട് മാത്രമേ കിട്ടിയുള്ളൂ. 32 മിനിറ്റും 10 സെക്കൻഡുമാണ് ആര്യൻ എടുത്ത സമയം. അനീഷ് വീണ്ടും എന്ത് ചെയ്തു, ഏറ്റവും ബിലോ ആയി വന്നിരിക്കുന്നു. അനീഷിന് വെറും 1 പോയിന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 32 മിനിറ്റും 53 സെക്കൻഡുമാണ് അനീഷ് എടുത്ത സമയം. ഇനി ടോട്ടൽ ഇപ്പോ 2 ടാസ്കുകൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ മൊത്തത്തിൽ ആദ്യം ഒരു ടാസ്കും ലാലേട്ടന്റെ ഫ്രണ്ട് വെച്ച് ചെയ്തല്ലോ, അതെല്ലാം കൂടി കൂട്ടി ടോട്ടൽ ആരാണ് ഫ്രണ്ടിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെയും നോക്കണം, പെൺപടയായ നൂറയാണ്. അതായത് ഫസ്റ്റ് ടാസ്കിൽ 3rd പൊസിഷൻ വരികയും ഈ ടാസ്കിൽ ഫസ്റ്റ് പൊസിഷനിലും വന്ന നൂറയ്ക്കാണ് ഏറ്റവും ടോപ്പ് പോയിന്റ്. 16 പോയിന്റുകളുമായിട്ട് നൂറ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. സാബുമാൻ ഫസ്റ്റ് ടാസ്കിൽ 2nd പൊസിഷനും ഈ ടാസ്കിൽ എനിക്ക് തോന്നുന്നു 6ാം പൊസിഷൻ എന്തോ വന്നത് അല്ലെ, 6ാം പൊസിഷൻ, 5ാം പൊസിഷൻ കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ 13 പോയിന്റുമായിട്ട് സാബുമോൻ 2ാം പൊസിഷനാണ്. അതായത് ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന നൂറേക്കാളും 3 പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ പോയിന്റ് നോക്കണം, ടപ്പന്നെ മാറാം. ഒരു കളി ജയിച്ചാൽ മതി, മാറാം. അടുത്ത അനിമോള് 2 കളികളിലും 4ാം പൊസിഷൻ ആയിരുന്നു. 2 കളിയിലും 6 പോയിന്റ് വെച്ച്
കൊണ്ട് 12 പോയിന്റുകളോടുകൂടി ഇപ്പോഴത്തെ ടേബിൾ നിലയിൽ 3-ാം സ്ഥാനം. അതായത് 3 പേരെ ടോപ്പ് 3 നോക്കുമ്പോൾ അവിടെ 2 പേരും പെൺകുട്ടികളാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. മനസ്സിലായോ? ടോപ്പ് 3 നോക്കുമ്പോൾ ഒന്ന് നൂറയുണ്ട്, ഫസ്റ്റ് പൊസിഷനിൽ നൂറയും, തേർഡ് പൊസിഷനിൽ അനുമോളും കട്ടക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. നെവിന് 11 പോയിന്റുകളാണ് ഉള്ളത്. ഇത് ഇപ്പൊ പറഞ്ഞ ഈ കഴിഞ്ഞ ടാസ്കിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നത് കൊണ്ട് തന്നെ നെവിന് 11 പോയിന്റ്. ആര്യനും 11 പോയിന്റ് ആണ് ഉള്ളത്. അപ്പൊ ആര്യൻ 1, 2, 3, 4-ാം സ്ഥാനത്തിൽ ആര്യനും നെവിനും ഒരേ പോയിന്റുകളാണ്. മനസ്സിലായി? നെവിനും ആര്യനും. അതായത് ആര്യൻ ഇവിടെ വരാൻ ഇപ്പോ ഏറ്റവും ലാസ്റ്റ് ആണ്, സെക്കൻഡ് ലാസ്റ്റ് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ കളി ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആര്യന് 11 പോയിന്റ് കിട്ടി. ഷാനവാസിന് 8 പോയിന്റുകളാണ് ഉള്ളത്, 2 കളികളും കൂടി ചേർത്ത്. അതായത് ഷാനവാസ്, അക്ബർ, ആദില ഈ 3 പേർക്കും 8 പോയിന്റുകളാണ് ഉള്ളത്. ഏറ്റവും പിന്നെ താഴെ നിൽക്കുന്ന അനീഷാണ്. അനീഷിന് വെറും 4 പോയിന്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ കളിയിൽ ഈ പറയുന്ന ഏറ്റവും ലാസ്റ്റും കഴിഞ്ഞ കളിയിൽ 7-ാം സ്ഥാനത്തുണ്ട്. 3 പോയിന്റ് മാത്രമേ കഴിഞ്ഞ കളിയിൽ കിട്ടിയിട്ടുള്ളൂ. ഈ കളിയിൽ 1 പോയിന്റ് ആണ് കിട്ടിയത്. അങ്ങനെ ഇതാണ് ഫൈനൽ നമ്മുടെ ടേബിൾ നില. നമുക്ക് എടുത്തു പറയാനുള്ളത് നൂറയും അനുമോളും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, ടാസ്ക് കളിച്ച് മുന്നേറുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ ഫിസിക്കലാണ് ഇനി കൊടുക്കുന്നതെങ്കിൽ അപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ കഴിഞ്ഞ വട്ടത്തിലുള്ള എൻട്രൻസ് ടാസ്ക് പോലുള്ള കുറെ സമയം നിൽക്കാനുള്ള ഫിസിക്കലായിട്ട് ഇത്തിരി ശാരീരിക ക്ഷമത കൂടുതൽ അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ആര്യനും ഈ പറയുന്ന നമ്മുടെ സാബുവിനെയൊക്കെ സ്കോർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. അത് ഒരു പരിധി വരെ അൺഫെയർ എന്ന് നമുക്ക് തോന്നില്ല. ഇപ്പൊ ശാരീരിക ക്ഷമതയുള്ളവർക്ക് ശാരീരിക ക്ഷമതയുടെ കേസിൽ ആര്യനെ വെല്ലാൻ വേണ്ടിയിട്ട് അവിടെ ആരുമില്ല. ഒരു കട്ടയ്ക്ക് ഒരു പരിധി വരെ ഈ പറയുന്ന ഈ പറയുന്ന സാബുവൻ പിടിച്ചു നിൽക്കും. പക്ഷെ പലപ്പോഴും ഈ പറയുന്ന ആര്യൻ ജയിക്കുന്നതായിട്ട് ഉടായ്പാണ്. അവന്റെ ഒരു പ്രശ്നം ഇതാണ്, അവൻ ഉടായ്പ കാണിച്ചാണ് എല്ലാ കളിയും ചെയ്യുക. എവിടെ കൂടിയെങ്കിലും എന്തെങ്കിലും അവന്റെ ജന്മസിദ്ധമായ ഒരു സാധനം, എവിടെ കൂടിയെങ്കിലും ഒരു കള്ളം കാണിക്കുക, ഒരു ഉടായ്പ കാണിക്കുക, കുറച്ച് ഫേവറിറ്റിസം കിട്ടുക, അവന് ഫേവർ ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വെറും എനിക്ക് തോന്നുന്നത് അപ്പൊ 3 ടാസ്കേ ആയുള്ളൂ. മൊത്തം 10-15 ടാസ്ക് ഉണ്ട്. ഈ പറയുന്ന ടിക്കറ്റ് ടു ഫിനാലയിൽ 10-15 ടാസ്ക് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ അടുത്തൊരു ടാസ്ക്, ഈ 15 ടാസ്ക് കഴിയുമ്പോഴേ ടിക്കറ്റ് ഫിനാലെ ആര് ജയിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ടിക്കറ്റ് ഫിനാലയിൽ കൊണ്ട് പിന്നീട് ഇപ്പൊ അനുമോൾക്കോ ഈ പറയുന്ന ആർക്കാണ് ആര്യനോ ഈ ഷാനവാസിനൊന്നും ടിക്കറ്റ് ഫിനാലെ കൊണ്ട് വലിയ നേട്ടമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഇവര് ടിക്കറ്റ് ഫിനാലെ അവർ ജയിച്ചില്ലെങ്കിൽ കൂടുതൽ അവർ ടിക്കറ്റ് ഫിനാലയിലേക്ക് പോകും. അവരെ ഫിനാലയിലേക്ക് അവർ ഉണ്ടാവും. പക്ഷെ ഇവിടെ വരുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ഈ പറയുന്ന ഈ ടാസ്കുകളിലില്ലേ, ഈ ടാസ്കുകളിൽ ജയം തോൽവിയേക്കാൾ ഉപരി 6 ഫസ്റ്റത്തെ 6 ലാസ്റ്റത്തേക്കാൾ ഉപരി അവരുടെ ജയമൊക്കെ ഒരു നല്ല പരിധി വരെ ഈ വോട്ട് കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. അതുകൊണ്ടാണ് ഇപ്പൊ അനീഷിന് ഒരുപാട് വോട്ട് കുറയുന്നത്. മനസ്സിലായോ? ടാസ്കുകളിൽ ഇപ്പൊ അനീഷ് വളരെ ദയനീയമായ പെർഫോമൻസ് ആയതുകൊണ്ട് എല്ലാ പോളുകളിലും ഇപ്പോൾ അനുമോൾ അടിച്ചു കയറാനുള്ള കാരണം ഒരു പെണ്ണായിരുന്നിട്ട് പോലും അവളെന്ത് ചെയ്യുന്നു, അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. ഇതിപ്പം അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ബോൾഡ് ആയിക്കൊണ്ട് എന്തൊരു സധൈര്യം, ഭയങ്കര ചങ്കുറപ്പോടെ പല കാര്യങ്ങളും വിളിച്ചു പറയാനുള്ള ഒരു സംഭവം, കുറെ തക്കുകൾ അടിക്കുന്നു. അത് ഏഷ്യാനെറ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് റീൽസ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ വോട്ട് കൂടും, ഓട്ടോമാറ്റിക്കലി വോട്ട് കൂടും. അപ്പൊ ഈ പറയുന്ന ടിക്കറ്റ് ടു ഫിനാലിന്റെ ടാസ്ക് കംപ്ലീറ്റ് ആവുമ്പോൾ ഇവരൊക്കെ ഫസ്റ്റ് എത്തിയില്ലെങ്കിൽ കൂടി ആൾക്കാർ വിലയിരുത്തും. അതൊരു പെണ്ണല്ലേ, എന്നിട്ട് പോലും അവരുടെ തേർഡ് പൊസിഷനിലോ സെക്കൻഡ് പൊസിഷനിലൊക്കെ വന്നെന്ന് പറയുമ്പോൾ അത്രയും വോട്ട് ആൾക്കാർക്ക് ഇഷ്ടം കൂടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ താഴെ കിടക്കുമ്പോൾ വോട്ടൊന്നും ഇല്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഇപ്പം അടുത്ത ആഴ്ച പുറത്തു പോകാനുള്ള ഒരു വ്യക്തി എന്ന് കരുതിക്കും, ആരായിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, ഈ പറയുന്ന നെവിൻ ആയിക്കോട്ടെ, അവര് നല്ല രീതിയിൽ ഇതിൽ പെർഫോമൻസ് ചെയ്യണമെങ്കിൽ ആൾക്കാർ കുറച്ച് വോട്ട് കൊടുക്കും. അങ്ങനെ ടിക്കറ്റ് ഫിനാലിലേക്ക്, ഇത് ടിക്കറ്റ് ഫിനാലെ സത്യം പറഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഈ പറയുന്ന അക്ബർ, നമ്മുടെ നെവിൻ, സാബുമോൻ, ഒരു പരിധി വരെ സാബുമോൻ, ആദില, ഇവർക്കൊക്കെ ഒരു ബൂസ്റ്റ്, ഇവർക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിരിക്കും. കാരണം അവരെ മുഖ്യ ടിക്കറ്റ് ഫിനാലെ കയറാൻ വേണ്ടിയിട്ട് ചെറിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതായിരുന്നു നടന്നത്. ഇനി അപ്പൊ അടുത്ത ടാസ്ക് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വേറെ കണ്ടന്റുകളൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് രാവിലെ ഇടാത്തത്. എന്തായാലും അടുത്ത ടാസ്ക് നമുക്ക് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.